ഹായ് ഹലോ. ഇന്ന് നമ്മൾ സ്കിൻ ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ അണീവണൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് ടോണർ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഒരു ടോണർ നമ്മൾ ഐസ് ക്യൂബ് ആണോ വരുന്നത്. സോ അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്, പക്ഷെ ഭയങ്കര റിസൾട്ടാണ്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾ ടോണറൊക്കെ മേടിച്ച് റിസൾട്ട് കിട്ടുന്ന ഒരു ടോണറാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ സ്കിൻ കെയർ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ടോണർ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ അറിയാം. ക്ലെൻസിങ് ടോണർ, മോയ്സ്ചറൈസർ, ഇതെല്ലാം തന്നെ അറിയാം. CTM ചെയ്യണം എന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഞാൻ 2-3 വർഷം മുമ്പ് മുതൽ ഇന്ന് വരെ 2021 ഐ തിങ്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്ന് മുതൽ ഇന്ന് ഞാൻ പറയുന്ന എൻ്റെ ഏത് വീഡിയോസിൽ നോക്കിയാലും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, കാരണം സ്കിൻ കെയർ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾക്ക് റിസൾട്ട് വരത്തില്ല. നിങ്ങൾ എത്ര ക്രീം മേടിച്ച് ഉപയോഗിച്ചോ, എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ്, എന്തെങ്കിലും വൈറ്റനിങ് ക്രീം എന്ത് തേച്ചാലും നിങ്ങൾക്കൊരിക്കലും റിസൾട്ട് വരത്തില്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താണ്? നമ്മളെ കാണുമ്പോൾ എന്നും നമുക്ക് ഓക്കെ ആയിരിക്കണം, നമ്മളുടെ സ്കിൻ അണീവണൊക്കെ മാറി ഒരു ഈവൻ സ്കിൻ ടോണിലിരിക്കണം. അത്രയും നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൂ അല്ലേ? പെട്ടെന്ന് റിങ്കിൾസോ പിഗ്മെൻറ്റേഷനോ ടാനോ ഇതൊന്നും വരാതെ ഒരു നല്ലൊരു സ്കിൻ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് നമ്മളുടെ സ്കിൻ കെയർ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഐസ് അലിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബ് ആണ് ഇത്, വേറൊന്നുമല്ല, നമ്മളുടെ റൈസ് വാട്ടർ ഐസ് ക്യൂബാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് റെഡിയാക്കി നോക്കാം. ഇതിപ്പോൾ റെഡിയാക്കാൻ വലിയ കാര്യമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരുവാണ്. കാരണം ചിലവർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ടെൻഷനൊക്കെ, ഇതൊക്കെ ഒരുപാട് സമയം വേണ്ടേ, രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്നവരൊക്കെ ബുദ്ധിമുട്ടും. അവരൊക്കെ പറയാറുണ്ട് ഇതെല്ലാം ഹോം മെയ്ഡ് ആയിട്ടുള്ള സംഭവമൊന്നും നമുക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല എന്നൊക്കെ. ഇതൊക്കെയെന്ന് വെച്ചാൽ ഒന്നും തന്നെ ഇല്ല. നമുക്കൊരു 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് വേണ്ട ടോണർ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും സമയം മതി നമുക്കിതെല്ലാം ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വൈറ്റ് റൈസ് എടുക്കാം കേട്ടോ. വൈറ്റ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബാസ്മതി അങ്ങനെ അരി ഉണ്ടല്ലോ, അതെടുക്കാം. അത് നമ്മൾ ആദ്യം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നെക്സ്റ്റ് വാഷിൽ വെള്ളം എടുക്കുക. അത് നമ്മൾ അപ്പം തന്നെ എടുക്കരുത്, കുറച്ച് സമയം അതായത് നമ്മൾ അരി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഒരു 7 അല്ലെങ്കിൽ 6 to 7 hours ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളത്, അതായത് നമുക്ക് ഈ അരി കഴുകിയ വെള്ളം വരുമല്ലോ, അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം യൂസ് ചെയ്താലും അതും നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിന് അത് ചോറ് വാറ്റിയ വെള്ളം അതെടുക്കുക. അത് ഇതുപോലെ മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് നമുക്കതൊന്ന് ശരിക്കും ഐസ് ക്യൂബ് ആക്കിയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് നോക്കൂ. അടിപൊളി റിസൾട്ട് എന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ടായിരിക്കും. പക്ഷേ ഈ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും നമുക്ക് ഈ ചോറിൻ്റെയും കഞ്ഞിവെള്ളം ചിലവർക്ക് അത്രയ്ക്കും ഇഷ്ടമാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ വെള്ളം മാത്രം, അരി കഴുകിയ വെള്ളമാണ് ശരിക്കും എടുക്കുന്നത്. അപ്പോൾ മട്ട റൈസിൻ്റെ അല്ല കേട്ടോ, വീണ്ടും പറയുകയാണ്, നമുക്കതേ ബാസ്മതി റൈസ്, പച്ചരി അങ്ങനത്തെ എടുക്കുന്നതാണ് ഏറ്റവും നമുക്ക് നല്ല റിസൾട്ടും ഏറ്റവും ബെറ്റർ. നമ്മളെപ്പോഴും പറയും കൊറിയൻ സ്കിൻ വേണം. കൊറിയൻ സ്കിന്നിൻ്റെ ബേസിക് ഇതേ നമുക്ക് എന്താണ്, നമുക്ക് റൈസിൻ്റെയാണ് എല്ലാം വരുന്നത്. പക്ഷേ എന്ന് വെച്ച് കൊറിയക്കാരുടെ പോലെ തന്നെ സ്കിൻ നമുക്ക് വേണമെന്ന് വെച്ചാൽ നടക്കില്ല. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, അവിടുത്തെ കാലാവസ്ഥ, അവരെടുക്കുന്ന ഫുഡ്, അതുപോലത്തെ അവരുടെ ജെനറ്റിക്, ഇത് മൂന്നിനെയും ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സ്കിൻ ടെക്സ്ചർ വരുന്നത്. നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയും ഇതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ സ്കിൻ ടെക്സ്ചർ വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് 100% ഗ്ലാസ് സ്കിൻ എന്നുള്ളതിൽ അങ്ങനെയല്ല. പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൻ്റെ അൺഈവൺ മാറ്റി ഒരു ക്ലിയർ സ്കിന്നിനെയാണ് നമ്മളൊരു ഗ്ലാസ് ഫിനിഷിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഗ്ലാസ് ഫിനിഷിംഗ് നമുക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 6 to 7 hours ഞാൻ ഒഴിച്ച്, അതായത് നമ്മൾ റൈസ് വാട്ടർ എടുത്തിട്ട് അത് ഒരു 7 hours ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ള, എന്നിട്ട് ഞാൻ അത് ഒരു ട്രേക്ക് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അലിഞ്ഞു. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു ദിവസത്തേക്ക് നമുക്ക് ഒരു ഐസ് ക്യൂബ് ശരിക്കും പറഞ്ഞാൽ മതിയാവും കേട്ടോ, ഒരെണ്ണം മതിയാവുക. നന്നായിട്ട് നമ്മൾ മസാജ് തന്നെ ചെയ്യണം. നമ്മൾ ഓരോ ഏരിയ, അതായത് നമ്മളുടെ
കണ്ണിൻ്റെ അടിയിലാണെങ്കിലും ശരി, കണ്ണിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും. അപ്പോൾ അണ്ടർ ഐ ബാഗിനൊക്കെ നമുക്ക് നല്ലതാണ്. ഇത് ശരി, ഇതിൽ വേറെ ഒന്നുമില്ല, റൈസ് വാട്ടർ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒറ്റ ഒരു ഐസ് ക്യൂബ് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മതിയാവും കേട്ടോ ഒരു പ്രാവശ്യം. അപ്പം നമുക്കൊരു ട്രേക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം എടുക്കാൻ പറ്റും അല്ലേ? എത്ര ദിവസം നമുക്കൊരു 1 വീക്കിനൊക്കെ നമുക്ക് എന്തിനാ പൈസ കൊടുത്ത്, നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ടോണർ, നമ്മൾ റൈസ് വാട്ടർ, ഞാൻ തന്നെ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളത് റൈസ് വാട്ടർ ടോണറാണ്. സോ അതിനേക്കാളും ബെറ്ററായിട്ട് റിസൾട്ട് അരി കണ്ടോ. അപ്പോൾ ബെറ്ററായിട്ടുള്ള റിസൾട്ട് നമുക്കിതിൽ തന്നെ കിട്ടും. എനിക്കെപ്പോഴും കണ്ണിൻ്റെ ഭയങ്കര ഒരു ഇതാണ്, കണ്ണിൻ്റെ അടിയൊക്കെ ഞാൻ എപ്പോഴും മസാജ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഐ ബാഗ് വരാതിരിക്കാനും അതുപോലെ തന്നെ അണ്ണീവൺ ആവാതിരിക്കാനും ഒക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യും. എല്ലാ ദിവസവും നിങ്ങൾ മോർണിംഗ് എഴുന്നേറ്റിട്ട് നിങ്ങൾ ക്ലെൻസ് ചെയ്ത്, നിങ്ങളുടെ മോർണിംഗ് റൊട്ടീനിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടോണർ നമ്മൾ യൂസ് ചെയ്ത് വന്നാൽ സ്കിന്നിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് 100% സ്കിൻ ബ്രൈറ്റ് ആയിരിക്കും. ഇത് ഓൺലി ബ്രൈറ്റനിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ എടുക്കേണ്ട ഒരു ടോണറായിട്ട് കണ്ടാൽ മതി കേട്ടോ. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു റിസൾട്ടാണ് നോക്കി, ഭയങ്കര ഒരു സന്തോഷമുണ്ട് എനിക്ക് ഒന്നാമത് ഈ സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലൊരു സന്തോഷമാണ്. അതെന്താണെന്നറിയില്ല, നമ്മളുടെ ഒരു പാഷനായിരിക്കാം, നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കാം ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വർഷമായിട്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനെപ്പോഴും എൻ്റെ സ്കിന്നിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നമുക്കെപ്പോഴും നമ്മളെ കാണുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഓക്കെ ആയിരിക്കണം. നമ്മൾ ആദ്യം ബെറ്ററായിട്ടല്ലേ നമുക്ക് ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ സ്കിൻ ഫുള്ളും ടാനും പിഗ്മെൻറ്റേഷനും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്താൽ അത് എല്ലാവർക്കും അത് കേൾക്കണമെന്നില്ല. അതുകൊണ്ട് വേണ്ടി മാത്രമല്ല, ഞാൻ അത്രയ്ക്കും പാഷനോടുകൂടി ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടും അത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കാരണം സ്കിൻ കെയറിൻ്റെ ഒരു ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എപ്പോഴും അറിയാത്തവർ, പക്ഷേ നമ്മളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തന്നെ ഇപ്പോൾ അത് അറിയാൻ തുടങ്ങിയിട്ടാണ്. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയും മാമിൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. നമുക്കിതുപോലെ നല്ലൊരു സ്കിൻ നോക്കിയ ടെക്സ്ചർ തന്നെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ ടോണർ ഇതുപോലെ ഒന്ന് യൂസ് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ തുടച്ച് കളയരുത്. നമ്മൾ ഇത് ഒരു ഫാനിൻ്റെ താഴെ നിന്നിട്ട് ഇതൊന്ന് സ്കിന്നിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു കാരണവശാലും നമ്മളിത് വൈപ്പ് ചെയ്തൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് സ്കിന്നിലേക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. എൻ്റെ സ്കിൻ ഇപ്പോൾ ഒന്നുമില്ലാത്ത സ്കിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ചെയ്തത്. മാത്രം ചെയ്താൽ തന്നെ നമ്മൾ സ്കിന്നിലേക്ക് എപ്പോഴും ടോണർ യൂസ് ചെയ്യുമ്പോൾ ഡാബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, ഒരു 30 സെക്കൻഡ് to 1 മിനിറ്റ് നമ്മൾ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഇത് തുടച്ച് കളയരുത്. അതിന് ശേഷം അതിന് മേളിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതിയാവും. മനസ്സിലായോ? അപ്പോൾ മോയ്സ്ചർ ഇടുമ്പോഴും അതുപോലെ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കണം, നമ്മുടെ ഏജിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം. നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ഒരു CTM ആയിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു CTM ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്കൊരു സ്കിൻ കെയർ അറിയില്ല, നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരും. 3 months നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടും. എങ്ങനെയാണ് നമ്മൾ CTM ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൺലൈൻ വഴി വീഡിയോ കോൾ വഴി നമ്മൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഞാനത് പറഞ്ഞുതരും. സോ അതിന് ശേഷം തന്നെ ചെയ്യുക. അതുപോലെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എല്ലാം തന്നെ പറഞ്ഞുതരും. പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ആദ്യം നമ്മൾ എന്താ അറിഞ്ഞിട്ട് കാര്യം, നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആദ്യം അറിയണം അല്ലേ. ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരും. അതിനുശേഷം 21 ഡേയ്സിൽ നമ്മൾ കൺസൾട്ട് ചെയ്ത് 3 പ്രാവശ്യം നമ്മൾ നോക്കും. ആദ്യത്തെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് 21 ഡേയ്സിൽ നമുക്ക് ആ സ്കിന്നിൻ്റെ ടെക്സ്ചർ എത്രത്തോളം, നമ്മൾ ആദ്യത്തിൽ നിന്നും 21 ഡേയ്സ് ആകുമ്പോൾ തന്നെ ടെക്സ്ചർ അത്രയും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് പൈസ കളഞ്ഞ് ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടും സ്കിന്നിനും ഒന്നും ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നവർ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്താൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാൻ പറയണത് ഗ്യാരൻറ്റിയോടുകൂടി പറയാണ്, കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്കും ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ
കമൻറ്റ് ബോക്സിലുണ്ടാവും. അതിലോട്ട് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. 5,000 റുപ്പീസ് നമുക്ക് 3 months സപ്പോർട്ടിന്, അതിൽ 3 പ്രാവശ്യം നമ്മൾ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. 5,000 റുപ്പീസ് ഫീസ് അടച്ചിട്ട് നമുക്കിതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്ത് പ്രോപ്പർ ഒരു സ്കിൻ കെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോണർ അടിപൊളി. നോക്കൂ, എൻ്റെ സ്കിന്നിലേക്ക് ഇത് സെറ്റായി കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് പറയാനും കാണിച്ചു തരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് ടോണർ യൂസ് ചെയ്യുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ രീതിയിൽ ഒന്ന് ഐസ് ക്യൂബ് സെറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ടോണറായിട്ട് തന്നെ കൊടുക്കുക. വൈപ്പ് ചെയ്തോ വാഷ് ചെയ്തോ ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ സ്കിൻ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. നല്ലതാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ക്ലെൻസർ വേണം, മോയ്സ്ചറൈസർ വേണം. ദെൻ ആഫ്റ്റർ നമുക്ക് എല്ലാം തന്നെ വേണം. സൺസ്ക്രീൻ വേണം. മോർണിംഗിൽ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. നൈറ്റിൽ ക്ലെൻസർ, ടോണർ, ദെൻ അതുപോലെ തന്നെ സിറം, അതുപോലെ മോയ്സ്ചറൈസർ. ഇത്രയും റൊട്ടീൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, സൂപ്പർ സ്കിന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ആവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ താങ്ക് യു, ബൈ.